കാന്തപുരത്തിൻ്റെ കേരളയാത്ര സമാപന വേദിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ആ പ്രസംഗത്തെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം രണ്ടും വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി. മുഖ്യമന്ത്രി അവിടെ നടത്തിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഉദ്ധരിക്കുകയാണ് ഈ എപ്പിസോഡിൽ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുമ്പ് നയിച്ച യാത്രകളും മുന്നോട്ട് വെച്ച പ്രമേയങ്ങളും കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്തവയാണ്. ഇപ്പോഴാകട്ടെ മനുഷ്യർക്കൊപ്പം എന്ന അർത്ഥവത്തായ സന്ദേശമാണ് മുന്നോട്ട് വെച്ചത്. എല്ലാ അർത്ഥത്തിലും കാലോചിതമായ സന്ദേശമാണ്. എല്ലാ മതങ്ങളും മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ മത തത്വസംഹിതകളെ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് ചിലർ മതത്തെ തന്നെ മനുഷ്യത്വ വിരുദ്ധമാക്കി മാറ്റാനുള്ള ശ്രമവും നടത്തുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ മാത്രമല്ല, ഭരണഘടനാപരമായ അവകാശങ്ങളും കനത്ത വെല്ലുവിളികൾ നേരിടുകയാണ്. മുസ്ലിം ജനവിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരായി മുദ്രകുത്താനും പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അരങ്ങേറുകയാണ്. പൗരത്വ നിയമങ്ങളിലെ ഭേദഗതി മുതൽ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ വരെ ഇതിൻ്റെ ഉദാഹരണമാണ്. കേന്ദ്ര സർക്കാരും ചില ഉത്തരേന്ത്യൻ സംസ്ഥാന ഭരണകൂടങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആസൂത്രിത നീക്കങ്ങൾ ആശങ്കാജനകമാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിന് പകരം വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അവിടങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഇഷ്ടവസ്ത്രത്തിൻ്റെയും ഇഷ്ടഭക്ഷണത്തിൻ്റെയും പേരിൽ മനുഷ്യർ അവിടെ വേട്ടയാടപ്പെടുകയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ ക്രിമിനലുകളായി ചിത്രീകരിക്കാനും അവരുടെ സ്വത്തുവകകൾ തകർക്കാനും ശ്രമമുണ്ടാകുന്നു. അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനെന്ന വ്യാജേന മുസ്ലിം ആരാധനാലയങ്ങളെയും വീടുകളെയും ലക്ഷ്യമിട്ട് ബുൾഡോസറുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദർഗകൾ വരെ തകർക്കപ്പെടുന്നു. സൂഫിവര്യന്മാരുടെ മക്ബറകൾ വിഭജന കാലത്ത് പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. പതിറ്റാണ്ടുകളായി വീട് വെച്ചു താമസിക്കുന്നവരെ ബുൾഡോസർ കൊണ്ടുവന്ന് തുടച്ചു നീക്കുന്നു. വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വഖഫ് സ്വത്ത് പിടിക്കാൻ നിയമനിർമ്മാണം നടത്തുന്നു. അതിനെ ഫലപ്രദമായി രാജ്യത്ത് എതിർത്തത് ഇടതുപക്ഷം മാത്രമാണ്. ദേശീയ തലത്തിൽ ഏതെല്ലാം തരത്തിലാണ് വിവേചനമുണ്ടായതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. മുത്തലാഖ് നിയമം തന്നെ എടുത്താൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പുരുഷൻ വിവാഹബന്ധം വേർപ്പെടുത്തിയാൽ സിവിൽ കേസിന് പുറമെ ക്രിമിനൽ കേസ്. എന്നാൽ മറ്റ് വിഭാഗങ്ങൾക്കൊന്നും അതില്ല. ഇനി പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യമെടുത്താലോ, മറ്റ് മതക്കാർ ഇങ്ങോട്ട് വന്നാൽ അവർക്ക് പൗരത്വം, എന്നാൽ മുസ്ലിം വിഭാഗങ്ങൾക്ക് പൗരത്വ നിഷേധം. ഇതിൽ പരം വിവേചനം വേറെ കാണാനാകുമോ? പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് കാശ്മീരിനെ വിഭജിച്ചത് എന്ത് ലാക്കോടെയാണെന്ന് മതേതര ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഇന്ത്യയോടൊപ്പം ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് കാശ്മീർ ജനത സ്വീകരിച്ചത്. ഇതിനെല്ലാം ഇടയിലാണ് രാജ്യവ്യാപകമായി മുസ്ലിം ന്യൂനപക്ഷം വേട്ടയാടപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ 5 ജനപ്രതിനിധികൾ ജയിലിലാണ്. ഒരു മുസ്ലിം MLA ജയിലിൽ കിടന്ന് മരിച്ചു. മുൻ MP പോലീസ് കാവലിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? ഇത്തരം കാര്യങ്ങളിലായാലും വിവേചനപരമായ നിയമ നിർമ്മാണ ഘട്ടത്തിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത്, അവർ വേട്ടയാടപ്പെടുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷമാണ്. ഇതിടെ ക്രൈസ്തവ സമൂഹത്തിന് നേരെയും മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ആക്രമണമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്ന മതപരിവർത്തന നിരോധന നിയമം ക്രൈസ്തവരെ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനുമുള്ള ആയുധമാക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ എന്നിവർക്കൊക്കെ ജീവിതം ദുസ്സഹമാകുന്ന നാടായി നമ്മുടെ രാജ്യം മാറി. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വർഗീയതയുടെ കനലെരിയുമ്പോഴും കേരളം ഒരു ശാന്തി തീരമായി നിലകൊള്ളുകയാണ്. നമ്മൾ പുലർത്തി വരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടുകളാണ് ഇതിന് കാരണം. ദീർഘമായ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.